പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന്
കഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട് ഈശോയെ. രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി, ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോ. ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ചില സമയത്തുണ്ടല്ലോ നോ ഐഡിയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചേ, അച്ഛാ ഞാൻ നേഴ്സിങ്ങിന് പോകണ അതാ CAക്ക് പോകണ എന്ന് ചോദിച്ചു. തണ്ടിൻ്റെ പരീക്ഷ എഴുതി മടുത്തെന്ന് പറയാം. ഐ ഹാവ് നോ ഐഡിയ. അപ്പോൾ അവർക്ക് ഞാനൊരു മെസ്സേജ് എടുത്ത് കൊടുത്ത്, പക്ഷെ മെസ്സേജിൻ്റെ അകത്ത് ബ്ലോക്ക്, ഒരേ പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് കയറി വന്നപ്പോൾ ബ്ലോക്കായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി ഉഴപ്പിയല്ലേ ചോദിച്ചത്. ഉടമ്പടി ഉഴപ്പി. അപ്പോൾ ചിലർക്കൊക്കെ എന്നാ ധൈര്യമാണെന്ന് അറിയാമല്ലോ, ഉടമ്പടി ഉഴപ്പിട്ട് അടുത്താരെ കയറി വന്നേക്ക് ആ ഒരു മെസ്സേജും ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ണീരും കടത്തിലും കണ്ടപ്പോഴാണ് ഞാൻ മെസ്സേജ് എടുത്തത്. പക്ഷേ മെസ്സേജ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി ഉഴപ്പാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഉടമ്പടി ഉഴപ്പെന്നല്ല, ഉടമ്പടിയിലല്ല അവർ നേരത്തെ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ എന്തോ പുതുക്കിയിട്ട് ഇപ്പോൾ കയറിയിരിക്കണമെന്ന് തോന്നുന്നു. ഉടമ്പടിയായിട്ടൊന്നും ചെയ്യരുത് കേട്ടാ, അത് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പുഴം കളിക്കാനുള്ളതല്ലത്, അതെല്ലാം കറക്റ്റ് റീഡിങ്സ് ഉള്ളതാണ്. ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴായിരിക്കും അത് എന്താ സംഭവിച്ചതെന്ന് പറയത്തുള്ളൂ. എന്താ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ, ഈ മേരി മേഡൻ്റെ ഭാഗം നമ്മൾ ഇന്നലെ വായിച്ചില്ലേ, അതിനകത്ത് ഏറ്റവും ടോപ്പ് സംഭവം നമ്മൾ അതിൻ്റെ ഒരു മെസ്സേജ് കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇല്ലേ, ഇവർ തോട്ടക്കാരോട് പറയുന്നൊരു വാക്കുണ്ട്, എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ലെന്ന്. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. യോഹന്നാൻ 20:13 അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് ചോദിക്കണേ, നീ എന്തിനാണ് കരയണത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങളവർക്ക് ഇങ്ങനെ മാലാഹ ചിറകും വെച്ച് അവിടെ ഇരിക്കണമെന്ന് അങ്ങനെയൊന്നും അല്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടില്ലേ, അപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് ഭയങ്കര വിചിത്രമായൊരു മേഖലയാണ്. നമുക്ക് ഈ മേഖലയെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കറിയാവുന്ന പൊട്ടത്തരങ്ങൾ വലിയ ആഘോഷമായിട്ട് യുക്തിവാദം പോലെ പറയണതേ ഉള്ളൂ, ഒരു കഥയില്ല. അതായത് ഈ സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ആ സമയത്ത് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം അവളുടെ കമ്മ്യൂണിക്കേഷൻ, എന്തുമാത്രം ആൾക്കാർ ദൈവത്തോട് സംസാരിക്കണം. ഒന്നെങ്കിൽ യോഹന്നാൻ ഇവളുടെ ഈ ദൈവത്തിലുള്ള അന്തർഗതങ്ങളെ ഫിഗറൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈ സംഭവം കറക്റ്റായിട്ട് ആക്ച്വലായിട്ട് ഇവിടെ കണ്ടിട്ട് വിഷയമാണ്. ഇവിടെ ഈ ഉടമ്പടിയിലൂടെ എന്തുമാത്രം മനുഷ്യരാണ് അമ്മ മാതാവ് സംസാരിക്കുകയും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെവല് കഴിഞ്ഞാൽ, ദൈവസംഘത്തിൻ്റെ ഒരു ലെവല് കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കബിളാണ് തിന്നേല ഇവൾ പിന്തിരിഞ്ഞ് പോകത്തില്ല എന്നൊക്കെ ദൈവത്തിനൊരു സെക്യൂരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിന് ഒന്നും ഒരു കാര്യമില്ല, ഒരു തടസ്സമില്ല. ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞത്, ഇവള് പറഞ്ഞത് എനിക്കൊരു ഐഡിയ ഇല്ലെന്നാ പറയണത്. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മ പറയണതേ നോ ഐഡിയ. കണ്ടാ, നോ ഐഡിയ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. നോ ഐഡിയ. എന്ത് ചെയ്യണം? ആദ്യം കല്യാണം കഴിച്ചിട്ട് കാനഡയിൽ പോണ, കാനഡയിൽ ചെന്ന് കല്യാണം കഴിക്കണ,
അത് ഇവിടുന്ന് കല്യാണം കഴിക്കണം, അവിടുന്ന് കല്യാണം കഴിക്കണം. ആ കൊച്ചിന് കനേഡിയൻ പൗരത്വം വേണം, ഇന്ത്യൻ പൗരത്വം വേണം. അത് നമ്മൾ കനേഡയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ വേണ്ടി സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, വേറെ എവിടെയെങ്കിലും സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡിയ. അപ്പോൾ അവൾക്ക് ധൈര്യമായിട്ടുള്ള മാത്രമല്ല, നമ്മൾക്കും എന്ത് കച്ചവടം ചെയ്യണം, ആ ചെയ്താൽ വിജയിക്കുമോ, നഷ്ടം വരുമോ, ഇയാളുമായിട്ട് നമുക്ക് കച്ചവടം ചെയ്യണോ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഐഡിയ ഇല്ലപ്പോൾ എന്താ പറയണം? ഐഡിയ ഇല്ലെങ്കിൽ, ഒരു ഐഡിയ എന്നൊരു ജീവിതത്തിലേക്കുള്ള ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാമോ? അടുത്തൊരു സ്റ്റെപ്പ് മേരി മാഗ്ദലിൻ പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. മാഗ്ദലിൻ പ്രൊവിഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി എവിടെയാണോ വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെന്താ പറയണത്? എവിടെയാണ് നിന്നോട് പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാം. അതാണ് സംഭവം. ഹെവി ഡ്യൂട്ടി, ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുക്കണം അവൾ. ഇവൾ സിംഗിൾ പേഴ്സണായിട്ട് ചെന്നിട്ട് കർത്താവിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നുള്ളതെന്നാണ് പറയണത്. അതിന് ദുർഗന്ധം ഉണ്ടാകും, ചീർത്തതായിരിക്കും, എടുത്ത പൊങ്ങത്തില്ല, അതൊന്നും അല്ല പ്രശ്നം. അവളുടെ ഇച്ഛാശക്തിയാണ്. അത് എടുക്കാനുള്ളൊരു മാനസിക താല്പര്യം കാണിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ വിളിക്കും, മറിയാം. ഞെട്ടിപ്പോ അവൾ റബ്ബൂനി എന്ന് വിളിക്കും. കാര്യം എന്താണ്? ഈ മറിയോ എന്നുള്ള വിളി എങ്ങനെ വന്നാണെന്നറിയാവോ? എങ്ങനെ വന്നാണ്? ഈ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നിൻ്റെ ജീവിതം അങ്ങനെയാണ്. നിനക്ക് വഴിമുട്ടിപ്പോയ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഒരു ഹെവി ഡ്യൂട്ടി എങ്ങോട്ട് എടുത്തേക്കണം കർത്താവിന് വേണ്ടി. എൻ്റെ പൊന്നുമോളെ, കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വഴി പറഞ്ഞു തരും. അതാണ് ബൈബിള്. യോഹന്നാൻ 20:15. 20:15. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ അടുത്ത വരി എന്താ? യേശു അവളെ വിളിച്ചു. എല്ലാം മാറുകയും ഇനി പറയാൻ ഈശോ അവളെ അനുവദിക്കത്തില്ല. യേശു അവളെ വാപത്തണ പോലെ വിളിച്ചു, മറിയാം. വിളിയൊരു വല്ലാത്ത വിളിയായിപ്പോയി, മറിയാം. നമ്മൾ പറഞ്ഞത് ഈ നാടകക്കാർ വിളിക്കുന്ന പോലെയല്ല, അത് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, മറിയാം, റബ്ബൂനി എന്ന് വിളിക്കും. അത് എന്നാ രസമാണെന്ന് ആ ഭാഗം എന്ന് വെച്ചത്. അതായത് അവർക്ക് എന്താ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ കന്യാസം കണ്ടില്ലേ, 2 തിമോത്തി 1:8, നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്. അവർക്ക് ലജ്ജയില്ലാതെ ഈ ബോഡി എടുത്തുകൊണ്ട് പോകാമെന്ന് അവൾ പറഞ്ഞില്ലേ. അതാണ് ദൈവം മറുപടി തന്നത്. വായിച്ചത് 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.